ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശ്രാവൺ ഗെയിമിൽ പുതിയൊരു കളറിൽ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്ലാറ്റിനം 4ൽ നിന്ന് പ്ലാറ്റിനം 5 അടിക്കാനാണ്. അപ്പം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് നമ്മൾ പീക്കിലാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് മാച്ച് അല്ല, എല്ലാ മാച്ചും നമ്മൾ പീക്കിലാണ് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഗൈസ്. ഞാൻ എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു ഗൈസ്, ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ കൈ വയ്യായിരുന്നു, കളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൈയൊക്കെ ശരിയായി, ഓക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് പീക്കിൻ്റെ ഈ സൈഡിലിറങ്ങി ഇവിടുന്ന് ഗണ്ണെടുത്തിട്ട് എനിമിനെ അടിക്കാമെന്ന് വെച്ചു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മറ്റേ ഏതൊരു ഗണ്ണ് കിട്ടി, എൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. M10ഉം SKSും കിട്ടി. SKSിൻ്റെ 10 ബുള്ളറ്റേ ഉള്ളൂ, M10 6ഉം. ഞാൻ ഇപ്പോഴേ ഫൈറ്റ് എടുക്കുന്നില്ല. എനിമി എല്ലാം കയറി വരുവാണെങ്കിൽ മാത്രമേ ഫൈറ്റ് എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ബുള്ളറ്റ് ഇല്ല അധികം. വേണ്ട, എനിമി എന്നെ അടിച്ചു. ഞാൻ ഗ്ലൂ ഇട്ട് കേസ് എനിക്ക് അടിക്കാൻ പറ്റില്ല. എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവന്മാരെ അടിക്കാൻ പോയി. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഓക്കെ കേസ്, എനിക്ക് കോഡിൻ്റെ ഈ ഗണ്ണ് കിട്ടി കേസ്, കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗണ്ണാണ് എൻ്റെ ഫേവററ്റ് ഗൺ. ഓക്കെ, ആ ഗണ്ണ് വെച്ച് ഞാൻ നല്ല ഡാം കൊടുത്തു. എന്നിട്ട് എൻ്റെ കില്ല് അവൻ കുമ്മനെടുത്തു ഗൈസ്. അപ്പം അവൻ ഒറ്റൊരുത്തനെ വന്നുള്ളൂ. അവന്മാർ ഫൈറ്റ് എടുത്തിട്ട് അവൻ ഒറ്റൊരുത്തനെ അലൈവായി വന്നുള്ളൂ. അപ്പം അവനെ അടിച്ചിട്ടു ഗൈസ്. അവൻ എൻ്റെ കില്ല് കുമ്മനെടുത്ത് എൻ്റെ അനിയനെ അടിച്ച്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനിയും കില്ല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മാക്സിമം 3-4 കളി വേണ്ടി വരും ഗൈസ് എനിക്ക് പ്ലാറ്റിനം 5 അടിക്കാൻ ഗൈസ്. ഇനി അടുത്ത വീഡിയോ ഒരു ചാലഞ്ച് വരുന്നുണ്ട്. അതിന് മുമ്പേ എൻ്റെ അനിയനും ഞാനുമായിട്ടൊരു 1v1 ലോങ് ഗോൾഫ് 1v1 വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ 2 വീഡിയോ ഇനി വരാൻ കിടപ്പുണ്ട് ഗെയ്സ്. ഇത് വന്നിട്ടായിരിക്കും, എനിക്ക് തോന്നി ഇത് വന്നിട്ടായിരിക്കും അടുത്ത 2 വീഡിയോ വരുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ ഗണ്ണെന്ന് പറയുമ്പോൾ കോഡും UMP ആണ്. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഈ കോഡ് വെച്ചാണ് കളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗണ്ണാണ് ഗെയ്സ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗണ്ണാണ്. പിന്നെ അധികം ഡാം കയറത്തില്ല. ലോങ്ങിൽ നിന്നൊക്കെ 50 ഡാം 23 സംതിങ് ഒക്കെ കയറത്തുള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ഗണ്ണാണ്. ഹെഡ് ഷോട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറും. ഹെഡിനൊക്കെ ഭയങ്കര ഡാം കുറവാണ്. എന്നാലും കളിച്ച് പഠിച്ച അടിപൊളി ഗണ്ണാണ്. ഓക്കെ ഗൈസ്, പഠിക്കാനൊന്നുമില്ല, നന്നായിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ പക്ഷേ ഗൈസ്, ഞാൻ നോക്കുമ്പം എനിമി ഇവിടെ ഇല്ല ഗൈസ്. പീക്ക് ഭയങ്കര എനിമി ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് മാച്ച് തന്നെ എനിമി അധികം ഇല്ല, അതുകൊണ്ട് കുറച്ച് സർവൈവ് ചെയ്യാൻ പറ്റും. എനിമി വന്നാൽ പിന്നെ ഭയങ്കര ടെൻഷനുമാണ്, ചത്താൽ പോയി. ഓക്കെ, ഇപ്പോൾ എടുത്ത അപ്ഡേഷന് വന്ന കുതിരയൊക്കെ അവിടെ കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഓടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അതിന് ഫൂട്ട് വന്ന് ഞാനാണെങ്കിൽ തച്ചു വിട്ട് നോക്കി കയറിയപ്പോഴത്തേക്ക് എനിമി വന്നായിരുന്നു. ഞാൻ UMP വെച്ച് അവന് കുറച്ച് ഡാം കൊടുത്തു. എൻ്റെ അനിയൻ ചത്തായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ UMP വെച്ച് അവൻ വരുമെന്ന് വെച്ചിട്ട് അടിക്കാൻ നിന്നതാണ്, പക്ഷെ അടിക്കാൻ വന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ഹെഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്റ്റ് ഹെഡിൻ്റെ ലെവലിൽ പോയിൻ്റ് വെച്ചായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ എൻ്റെ അനിയനെ റിവൈവ് ആക്കിയിട്ട് മറ്റേ ഈ ഒരു സാധനം ഇട്ടു, മെഷീൻ. മേലോട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് അവനെ ആരോ കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൊന്നവൻ്റെ കില്ല് ഞാൻ കുമ്മനെടുത്തിട്ട് കറങ്ങി അടിക്കാമെന്ന് വെച്ചപ്പോൾ വേറെ എനിമി കയറി വന്നു ഗൈസ്. വേറെ എനിമി കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ അനിയൻ മെഡടിക്കുമല്ല, കറങ്ങി അടിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ അവന്മാരെ അടിച്ചിട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അധികം പണിയൊന്നും എടുക്കണ്ട. എന്നിട്ട് എൻ്റെ അനിയൻ പറഞ്ഞു, വേടാ ഇവിടെ എനിമി ഉണ്ട്, നോക്ക് സൂക്ഷിച്ച് കളിക്കണേന്നൊക്കെ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കി. എന്നിട്ട് ഞാൻ ബാക്ക് പോയി. എന്ന് വെച്ചാൽ കുറച്ച് ലൂട്ടാന്ന് അവിടെ MP5 എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെയാണ് ഞാൻ ഓർത്ത് MP5 എടുക്കാമെന്ന്. MP5 2 ചിപ്പാണ്. ഓരോട്ടോട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ MP5 ലെവൽ 3 വെച്ച് കളിക്കാം. ഈ ഒരു മാച്ചിൽ എനിക്ക് 3ാമത്തെ കോഡാണ് ഞാൻ കാണുന്നത് ഈ പീക്ക്. അതുപോലെ ഞാൻ ഓക്കെ എനിമി ഞാൻ വന്നായിരുന്നു. ഞാൻ കുറച്ച് അവന് ഡാം കൊടുത്തു. ഒരെനിമിയും ഉള്ളായിരുന്നു. അവൻ്റെ ടീം എവിടെ വന്ന് കിടപ്പുണ്ട്. പക്ഷേ അവൻ്റെ ടീമിനെ അടിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവനെ അടിച്ചില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അവൻ കയറി വന്നു. എൻ്റെ പിന്നെ MP5 ആയതുകൊണ്ട് അവനാണ് എന്നെ ആദ്യം അടിച്ചത്. പക്ഷേ എൻ്റെ MP5 2 ചിപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എളുപ്പം അവൻ അടിക്കാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ ടീം കാണുമെന്ന് നോക്കാൻ പറഞ്ഞു. അവനാണെങ്കിൽ ഞാനവിടെ നിൽക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അവനവിടെ സ്റ്റക്കായിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ മെഡടിച്ച് വെളിയിറങ്ങി ഗൈസ്. ഇതല്ല ഞാൻ ഇടാൻ വെച്ചിരുന്ന ക്യാരക്ടർ സ്കില്ല്, പക്ഷേ മാറിപ്പോയി ഗൈസ്. ഞാൻ ഐറസ് ആണ് ഇട്ട് കളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതെൻ്റെ അക്കൗണ്ട് അല്ലല്ലോ, ഇതെൻ്റെ എന്താ പറയുന്നത്, ഇത് എൻ്റെ കോംബോ അല്ലല്ലോ എന്ന്. ഈ ഡ്രസ്സ് എൻ്റെ കോംബോ അല്ലല്ലോ എന്ന്. യെസ് ഗൈസ്, ഇത് എൻ്റെ അക്കൗണ്ട് അല്ല, എൻ്റെ അനിയൻ്റെ അക്കൗണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. എൻ്റെ ഫോണിൽ
സൈഡ് ബട്ടൺ വർക്ക് ആവില്ല, ഫോൺ ഓൺ ആക്കാൻ പറ്റൂല. ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു ഗൈസ്. വീട്ടിലില്ലാത്തപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സൈഡ് ബട്ടൺ വർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തായിരുന്നു ഫോൺ ഓൺ ആക്കുന്നത്. ഇപ്പം ഡബിൾ ടാപ്പ് ചെയ്താലും സ്വിച്ച് ഓഫ് ആയ ഫോൺ ഓൺ ആക്കണമെങ്കിൽ സൈഡ് ബട്ടൺ വേണ്ട ഗൈസ്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അപ്പം സൈഡ് ബട്ടണും പോയി, പിന്നെ എൻ്റെ ഫോൺ മൊത്തത്തിൽ പോയിരിക്കുക ഗൈസ്. ഫ്രീ ഫയർ ഒന്നും കളിക്കാൻ പറ്റില്ല. കളിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് ബാക്ക് ആവും, അങ്ങനെ ഹോണോറൊക്കെ പോകും. ഭയങ്കര സീനാണ് ഗൈസ്. അപ്പം എൻ്റെ ഫോൺ പനലായി. ഇനി എനിക്ക് എൻ്റെ ഫോണിൽ കളിക്കാൻ പറ്റത്തില്ല. ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ എൻ്റെ അനിയൻ്റെ അക്കൗണ്ടിൽ തന്നെ കളിക്കണം. അതുപോലെ ഗൈസ് എൻ്റെ അനിയന് പുതിയ ഫോൺ കിട്ടി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പുതിയ ഫോൺ വാങ്ങിച്ചപ്പോൾ എൻ്റെ അനിയൻ്റെ പുതിയ ഫോൺ കിട്ടി. അപ്പോൾ അവൻ അതിനകത്താണ് കളിക്കുന്നത്. അവൻ്റെ പുതിയ അക്കൗണ്ടാണ്. കുറച്ച് ദിവസം ഓക്കെ ഗൈസ്. അപ്പോൾ ഫ്രണ്ട് എനിമിയുണ്ട്, ഞാനത് കണ്ടില്ല. എൻ്റെ അനിയനെ കണ്ടു. ഞാൻ ഫ്രണ്ടിലത്തവനെ ഇത് തച്ചുവിട്ട് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ ബാക്കിൽ നിന്ന് അടിച്ചു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അനിയനെ അവൻ്റെ ടീമേറ്റ് അടിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ ആ കളി നമ്മൾ വല്ല സൂപ്പറായിട്ട് തോറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് മാച്ചാണ് ഇത്. നമ്മൾ പീക്കിലാണ് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കളിയും നമ്മൾ പീക്കിലാണ് ഇറങ്ങുന്നത്. പീക്കിലിറങ്ങിയ എനിക്ക് ഏറ്റവും കുറച്ച് നേരം നിന്നൊന്ന് ലൂട്ട് സെറ്റാവാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാണ്, ഈ ഒരു വീടാണ്. എനിക്ക് ഏത് വീടായാലും കുറച്ച് ദിവസമാണ് എനിക്ക് ഈ വീട്ടിലാണ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ അനിയനാണെങ്കിൽ ഓപ്പോസിറ്റ് ഇറങ്ങി എൻ്റെ അനിയനെ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ നീ വരാൻ പറഞ്ഞു. ഓക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ലൂട്ടിയിട്ട് അടിക്കാമെന്ന് വെച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് AK അവിടെ കിടപ്പുണ്ട്. നമ്മൾ AC-AT കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടില്ല, റെക്കോർഡ് ചെയ്തപ്പോൾ കണ്ടില്ല. ഒരുത്തർ നമ്മൾ ഭയങ്കര അടിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ അനിയനെ ഫൂട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ആ സാധനം ഇട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നല്ല ഡാം കൊടുത്ത് അവൻ മെഡടിക്കുമായിരുന്നു ഗൈസ്. അപ്പം ഞാൻ AC-AT വെച്ച് 2 അടി കൊടുത്തപ്പോൾ തന്നെ അവൻ ചത്തു. പിന്നെ ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സ് ലൂട്ടാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അനിയൻ അവിടെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ അവനെ ഞാൻ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല, ചെയ്യണം. ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ എൻ്റെ അനിയനെ അടിച്ചവൻ ഇവിടെ ഗ്ലൂ ഇട്ടായിരുന്നു. അപ്പം അവനെ ഞാൻ അടിച്ചു ഗൈസ്. എൻ്റെ അനിയൻ സാൻഡിനുമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവൻ സാൻഡിനും ഇട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ അവനെ കൊന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കില്ല് എടുത്തിട്ടുണ്ട്. മാക്സിമം സർവൈവൻ ചെയ്യണം. കില്ലും എടുത്താലേ കളി നമുക്ക് ബുയ അടിക്കാനല്ല പ്ലസ് കിട്ടത്തുള്ളൂ. ബുയ അടിച്ചാലും നല്ല പ്ലസ് കിട്ടുമെങ്കിലും എനിക്ക് അങ്ങനെ ബുയ അടിച്ച് ശീലമൊന്നുമില്ല. ഇത്രയും നേരം തന്നെ പീക്ക് നിൽക്കുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പം അകത്ത് എനിമയുണ്ട്. ഞാൻ നേരെ സാൻഡിനും ഇട്ട് തച്ചുയിട്ട് കയറി അടിക്കുവാണ് ഗൈസ്. അപ്പോൾ ഞാൻ മാക്ടം വെച്ച് കയറുവാണ് അവനെ അടിക്കാൻ. നോക്കുമ്പോൾ അവൻ മറ്റേ ഭിത്തിയിലെ കവറിലാണ്. ഞാൻ മാക്ടം വെച്ച് അവനൊരു ഹെഡ് എടുത്ത് നോക്കാക്കി. അപ്പോഴത്തേക്ക് അവൻ എൻ്റെ അനിയനെ നോക്കാക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനെ റിവൈവ് ആക്കിയിട്ട് അവനെ ഇപ്പോൾ അടിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ എന്തോ ബോംബ് ഇട്ടപ്പോഴത്തേക്ക് അവന്മാർ റിവൈവ് ആക്കി എന്നെ കയറി അടിച്ചു. എന്നെ അടിച്ച് എൻ്റെ അനിയനെ HP ഇല്ലായിരുന്നു. എൻ്റെ അനിയനെ അവന്മാർ അടിച്ചു ഗൈസ്. അപ്പോൾ ആ കളിയും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനം 4 നിന്ന് 5 ആവാൻ കുറച്ചുകൂടെ മതി. അപ്പോൾ അടുത്ത മാച്ച് നമുക്ക് എന്തായാലും 5 ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മാച്ചാണ് ഇത്. ഈ മാച്ചിലൊക്കെ തന്നെ നമുക്ക് പ്ലാറ്റിനം 5 അടിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഞാനൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് അടിക്കുന്നവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാം. പ്ലാറ്റിനം 2 ഹീറോയ്ക്ക്, പ്ലാറ്റിനം 5 ടു പ്ലാറ്റിനം 5 ടു ഡയമണ്ട് 1 അങ്ങനെ വീഡിയോസ് ഇടാം. ഓക്കെ, നമ്മൾ പിന്നെയും പീക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ വീട്ടിൽ തന്നെ ലൂട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ എനിക്കധികം ലൂട്ട് കിട്ടില്ല. മാക്ട മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് മറ്റേ ഈ ഒരു ഗണ്ണും കിട്ടി. അപ്പോൾ ഫ്രണ്ട് എനിമിയുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ അനിയൻ നേരത്തെ ഹീറോയെ അടിച്ചു. ഞാനും എൻ്റെ അക്കൗണ്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ വേറൊരു ഫോണിലാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ആ ഫോൺ എൻ്റെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ഫോൺ കളിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ അനിയനൊരു നോക്കിയിട്ടിട്ടുണ്ട്. അവരൊരു കില്ല് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കില്ലെടുക്കാൻ വേണ്ടി ഞാൻ ലൂട്ട് എടുക്കാൻ പോയപ്പോൾ തന്നെ ഒരുത്തൻ കയറി വന്നു ഗൈസ്. അപ്പോൾ ഞാൻ മാക്ടം വെച്ച് എങ്ങനെയൊക്കെ കുറച്ച് ഡാം കൊടുത്ത്, പിന്നെ ഞാൻ മാക്സിമം നോക്കുന്നത് ഹെഡിലോട്ട് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ അവൻ അങ്ങോട്ട് പോയി ഗൈസ്. ഞാൻ പിന്നെ ഒരു 26 ഡാം കൊടുത്ത്, പിന്നെ അവൻ അടിക്കാൻ വേണ്ടി അവൻ 27 ഡാം കൊടുത്ത്, പിന്നെ ഞാൻ ഗണ്ണ് മാറ്റി അടിക്കാന്ന് വെച്ച് അതും പറ്റിയില്ല. പിന്നെ ഞാൻ മാക്ടം എടുത്ത് അവനൊരു ഹെഡ് കൊടുത്തിട്ട് അവൻ്റെ അവൻ്റെ സ്കോളിലെ ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ അവനെ കില്ലെടുത്ത് വൈപ്പായിട്ടുണ്ട് അവൻ്റെ ടീം.
പിന്നെ എൻ്റെ മാക്സ് ആക്കി. പിന്നെ അവൻ്റെ എല്ലാം ലൂട്ടുമാണ് കേസ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് M4A1 കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ പറഞ്ഞ് അവൻ്റെ AK ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ M4A1 മാറ്റി AK എടുക്കാമെന്ന് വെച്ച്. അപ്പോഴാണ് ഞാൻ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ അനിയനെ എനിമി അടിച്ചത്. അപ്പോൾ അവനൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എനിമി കയറുന്ന കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം എനിമി ഇനിയും കയറുന്നുണ്ട്. അവൻ്റെ ടീം ഇനിയും കയറുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ ഓറിയോണാണ് ഗൈസ്. അപ്പോൾ അവൻ ഓറിയോണായിരുന്നു. എൻ്റെ അനിയൻ ജസ്റ്റ് മിസ്സിന് ചത്തേനെ. അതിന് മുമ്പ് ഞാൻ കയറി വന്ന് മാക്ടം വെച്ച് അവന് ഡാമിനെ കൊന്നിട്ടുണ്ട്. എൻ്റെ അനിയനെ ഇപ്പോൾ ഒരു കില്ലെടുത്ത് ഞാനൊരു കില്ലെടുത്ത് ഗൈസ്. അപ്പം ഈ കളിയിലൂടെ നമുക്ക് പ്ലാറ്റിനം 5 അടിക്കാം ഗൈസ്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് പ്ലാറ്റിനം 5 അടിക്കാം. കുറച്ചുകൂടി മതിയായിരുന്നു ഗൈസ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പ്ലാറ്റിനം 5 അടിക്കാനല്ല, ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്ലാറ്റിനം 5 അടിക്കാൻ മാത്രമല്ലെന്നല്ല അടിക്കാനല്ലായിരുന്നു ഞാൻ ഗെയിം റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ബുയി അടിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ MP40 വെച്ച് കുറച്ച് ഡാം കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ സ്റ്റക്കായി നിന്ന് പോയി ഗൈസ്. സ്റ്റക്കായി നിന്ന് ഞാൻ ചത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ വോയിസാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പ്ലാറ്റിനം 5 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ.